കർഷകർ സമരത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കർഷകർ തങ്ങളുടെ ഗതികേട് എന്ത് എന്ന് സർക്കാരിന്റെ മുമ്പിൽ, ഭരണകൂടത്തിന് മുമ്പിൽ, അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുൻപിൽ അറിയിക്കുകയാണ്. കാരണം സമാനതകളില്ലാത്ത ദുരിതക്കയത്തിലാണ് കർഷകന്റെ ജീവിതം എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവസ്ഥമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കർഷകർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകള്. ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളില് ഈ മലയോര ഗ്രാമങ്ങളിൽ തന്നെ 3 വ്യക്തികൾ കടക്കെണിയിൽപ്പെട്ട ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്തടുത്ത ഗ്രാമങ്ങൾ അനേകര് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. കേരള ബാങ്ക് പോലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ് വാസ്തവത്തിൽ ഇങ്ങനെ ജപ്തി നോട്ടീസ് കൊടുത്ത് മനുഷ്യനെ ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് ബോധപൂർവം തള്ളിവിടുന്നത് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കർഷകന്റെ രക്ഷയ്ക്ക് ആരുമില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് സഹികെട്ട അവസ്ഥയിലാണ് കർഷകൻ. ഞാനിപ്പോഴായിരിക്കുന്നത് കീഴ്പള്ളി എന്ന മലയോര ഗ്രാമത്തിലാണ്. ഇവിടെ കർഷകർ എന്നോട് സങ്കടം പറയുകയുണ്ടായി. അവർക്ക് ഒരു കൃഷിയും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. പണ്ട് അവര് ഭക്ഷ്യവിഭവങ്ങൾ സ്വയമേ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നവരാണ്. കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെയും അവരുടെ ജീവിതോപാധികളായി. എന്നാൽ അവയൊന്നും ചെയ്യാനാവാത്ത വിധം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളായി കാട്ടുപന്നിയും മയിലും കുരങ്ങും സർവോപരി കാട്ടാനയുടെ വിഹാര കേന്ദ്രമായി ഈ പ്രദേശങ്ങളൊക്കെയും മാറ്റപ്പെട്ടു. കർഷകർ തന്നെ മുൻകൈ എടുത്താണ് ഈ പ്രദേശത്ത് സോളാർ വേലി നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ തിരിച്ചറിയേണ്ടതാണ്. ചില പ്രദേശങ്ങളിലൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സോളാർ ഫെൻസിങ് നടത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഇവിടെ കർഷകർ തന്നെയാണ് മുൻകൈയെടുത്ത് ഈ വേലി നിർമ്മിച്ചിരിക്കുന്നത്. അത് ഏതാനും കിലോമീറ്റർ കൂടി ശേഷിക്കുന്നു. അത് പരിഹരിക്കാൻ പോലും ഇവിടെ ഉത്തരവാദപ്പെട്ടവരില്ലാതെ പോകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. കർഷകന്റെ കാര്യം നോക്കാൻ ആർക്കും സമയമില്ല, സമ്പത്തില്ല, സൗമനസ്യവുമില്ല. ഈ ഒരു ഗതികേടിൽ നിന്നാണ് AKCCയുടെ ആഭിമുഖ്യത്തില് കർഷക അതിജീവന യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയും ആരംഭിക്കുന്നത്. ഇത് AKCCയുടെ ഈ ഒരു വലിയ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുക. തീർച്ചയായും സർക്കാർ ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടേണ്ടതുണ്ട്. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്കൊന്നിനും വിലയില്ലാതാകും. ഞാന് കണ്ണൂര് നടത്തിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെയും ഞാൻ പറഞ്ഞത് ഇതാണ്: എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു എന്ന് സർക്കാർ അവകാശപ്പെട്ടു തുടങ്ങുമ്പോൾ കർഷകരോട് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്. 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ള കാര്യം. അത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ആ വാഗ്ദാനം നടപ്പിലാക്കിയാൽ തന്നെ മലയോര കർഷകരുടെ ഒരു വലിയ പ്രശ്നം, കടക്കെണി എന്നുള്ള ആ ഭാരം, ആത്മഹത്യയിലേക്ക് അവരെ എടുത്തെറിയുന്ന ദുരന്തത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കും. സർക്കാർ ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം നിറവേറ്റിയാൽ തന്നെ പ്രതിസന്ധികളുടെ ഒരു വലിയ ഭാഗം ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം. നാളത്തെ അതിജീവന യാത്ര ഇരിട്ടിയിൽ 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തുടർന്ന് വെള്ളരിക്കുണ്ടിൽ നിന്ന് നാളെ കഴിഞ്ഞ് ആരംഭിക്കുന്ന യാത്ര തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വരെ എല്ലാ കർഷക കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. കർഷകർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ സർക്കാരിന്റെ സത്വരമായ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ യാത്ര കർഷകർ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കാർഷിക ആനുകൂല പദ്ധതികളും സമീപനങ്ങളും ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ചെയ്യും.